സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നു വീണ്ടും. സെയ്ഫ്, ലീഗിൻ്റെ ലിസ്റ്റ് ആയി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ എപ്പോഴും ആവും, ഇന്നോ നാളെയൊക്കെ ആയിട്ടാവും എന്ന് സതീശനാൽ മുമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നാളെ മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർ കൊടുക്കുമെന്ന് സതീശൻ പറയുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇന്നും നാളെയുമായി പൂർത്തിയാക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തിലായിരിക്കും. മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരാവുന്നത് ആരൊക്കെയായിരിക്കും? അതിനകത്ത് വലിയ തർക്കങ്ങളൊന്നും ഇല്ല ജിംസ്. കാരണം 2 മന്ത്രിസ്ഥാനം വേണം എന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടെങ്കിൽ അത് തീരുമാനമായിട്ടില്ല. അങ്ങനെ 2 മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്താൽ അതിനകത്ത് ഒന്ന് മോൻസ് ജോസഫ് ആയിരിക്കും. പ്രഥമ പരിഗണന മോൻസ് ജോസഫിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം മുതിർന്ന നേതാവാണ്, നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ആദ്യ പരിഗണന ഉണ്ടാവുക. 2ാമത് മന്ത്രിസ്ഥാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തോമസ് ഉണ്ണിയാടന്റെ പേരാണ് സീനിയർ നേതാവ് എന്ന നിലയിൽ പരിഗണിക്കുന്നത്. തോമസ് ഉണ്ണിയാടനെ പരിഗണിച്ചില്ല എങ്കിൽ മാത്രം അപ്പു ജോസഫിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പൊ ചീഫ് വിപ്പ് പദവിയായാലും തോമസ് ഉണ്ണിയാടന്റെ പേര് തന്നെയായിരിക്കും പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ ചീഫ് വിപ്പായിരുന്നുള്ള പരിചയം കൂടിയുണ്ട്. അദ്ദേഹത്തിനാണ് 2ാമത് പരിഗണന ഉള്ളത്. 2 മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ 2ാമത് പരിഗണന തോമസ് ഉണ്ണിയാടൻ ആണ്. പിന്നെ അദ്ദേഹത്തിന് പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അബു ജോസഫിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് വേണം അനുമാനിക്കാൻ. ബാക്കിയുള്ളത് ഒറ്റ കക്ഷികളാണ്. അത് വലിയ തർക്കങ്ങളില്ലാതെ തീരുമാനിക്കും. കാരണം RSPയുടെ മന്ത്രി ഷിബു ബേബി ജോൺ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലീഡറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം തന്നെയാണ് അതിനകത്ത് മന്ത്രിയായി വരാൻ പോകുന്നത്. CP ജോൺ മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നുകിൽ തുറമുഖം അല്ലെങ്കിൽ സഹകരണം, ഈ 2 വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക. പിന്നീടുള്ളത് അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബ് മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷ്യവകുപ്പ് വേണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വകുപ്പിന്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനം ഉണ്ടെങ്കിലും അദ്ദേഹവും ആ മന്ത്രിസ്ഥാനത്തേക്ക് വരും. പിന്നീടുള്ളത് 2 പേരാണ്. ഒന്ന് അസോസിയേറ്റ് മെമ്പറായ RMPക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. KK രമ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. മാണി സി കാപ്പന് മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ RMPയെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതൊരു ടേം വ്യവസ്ഥയായിരിക്കും. കഴിഞ്ഞ LDF സർക്കാരിന് ഇതുപോലെ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലായിരിക്കും അത് കൊണ്ടുവരിക. ബാക്കി മന്ത്രിമാരുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ അതാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിയുക്ത മുഖ്യമന്ത്രി പറയുന്നത് നാളെ പട്ടിക ഗവർണർക്ക് കൈമാറും, ആ പട്ടിക കൈമാറുന്നതിന് മുമ്പ് നിങ്ങളോടത്ത് പറഞ്ഞിട്ടേ പോത്തുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വേഗത്തിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് നിയുക്ത മുഖ്യമന്ത്രിക്ക് ഉള്ളത്. പക്ഷെ ഈ പറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ആ വാക്കിന്റെ അത്രയും കോൺഫിഡൻസോട് കൂടി ആ മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയുമോ ജിംസ്? എനിക്ക് അത് ചെറിയ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വേഗത്തിൽ തീരുമാനിക്കണം. കാരണം 21 പേരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്ന രീതി. അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. അജിംസ്, ശരി. സെയ്ഫ്, മറ്റൊരു കാര്യം, ഇതിന് പ്രശ്നമായിട്ടോ സാധ്യതയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ. ഇത് പ്രശ്നമാണോ സാധ്യതയാണോ? കാരണം ഒരുപാട് നേതാക്കളുടെ ഒരു മുന്നണി, ഒരു പാർട്ടി, ആ പാർട്ടിയിൽ ആരൊക്കെ മന്ത്രിമാരാണെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. പലരും ക്ലെയിം ഉന്നയിക്കുന്നു, ആ ക്ലെയിമുകൾ കേൾക്കുന്നു, അതിന് പരിഹാരം കാണുന്നു. അപ്പോൾ ഇതിനെ പ്രശ്നം എന്നാണോ സാധ്യത എന്നാണോ പറയേണ്ടത്? രണ്ടും പറയാം അജിംസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രശ്നം എന്ന് പറയാം, ആ വാചകം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മന്ത്രിസ്ഥാന പരിഗണനയിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലിന്റെ ഒരു അതിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്ര മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്, അതൊരു സാധ്യതയായി നമുക്ക് കാണാൻ കഴിയില്ല. ബാക്കിയുള്ള കാര്യം ഇപ്പോൾ സാമുദായിക സമവാക്യങ്ങൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിഗണിക്കപ്പെട്ട് വേണം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് എത്തിച്ചേരാൻ. ആ സാധ്യത, ആ പ്രശ്നങ്ങളും, ഇത് രണ്ടും കൂടെ ചേർന്നതാണല്ലോ ഇത്. ആ സാധ്യത, ആ പ്രശ്നങ്ങളും അത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി അങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അത് അത്രയും വേഗത്തിൽ നടക്കുമോ? വിവിധ തരത്തിലുള്ള പരിഗണനകൾ വേണം. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വിഷയം വേണം ആദ്യം കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കാൻ. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹം ഇതുവരെ അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഏകദേശം ധാരണയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് അവർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയായി നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീടുള്ളത് KC വേണുഗോപാലിന്റെ കാര്യമാണ്. അദ്ദേഹം ഒരു പട്ടിക പോലും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 5, 6, 7 പേരടങ്ങുന്ന ഒരു പട്ടിക. മന്ത്രിസഭയിൽ ഭൂരിപക്ഷം ആൾക്കാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ആ ക്ലെയിം അതിന് ചിലപ്പോൾ വഴങ്ങേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതിന്റെ അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട്. ആ 2 വാക്കുകളിലൂടെയാണ് ആ അതൃപ്തി KC വേണുഗോപാൽ പ്രകടിപ്പിച്ചത്. ഒന്ന്, അന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നു, സംഘടനാ ജനറൽ സെക്രട്ടറി കാര്യം ചോദിക്കുമ്പോൾ
വേണമെങ്കിൽ അതുകൂടെ തരാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വാചകം അത് അദ്ദേഹത്തിന്റെ അതൃപ്തി സൂചിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചത് എന്നെ പിച്ചി ചീച്ചി മതിയായില്ലേ നിങ്ങൾക്ക് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അതൃപ്തിയുടെ ഒരു സൂചനയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അതൃപ്തിയെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനമില്ല, അദ്ദേഹത്തിന് പരാതികളുണ്ട്. ആ പരാതി